ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ മീഡിയയിൽ ഒരുപാട് ആത്മഹത്യകളുടെ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പെൺകുട്ടികൾ സ്വയമേ ആത്മഹത്യ ചെയ്യുന്നു, അവരുടെ മക്കളെ കൂട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഒരുപാട് നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് കാണുന്നുണ്ട്. ഭർത്താവ് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മദ്യപിച്ച് വന്ന് ഉപദ്രവിച്ചു, അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പം ഇത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇവരുടെ മാതാപിതാക്കൾ മരണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, കുട്ടികളുടെ മരണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലേ. അതായത് എൻ്റെ മകളെ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു, ഒത്തിരി ഉപദ്രവിച്ചിരുന്നു, അവൻ അങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്തു, അവൻ്റെ പെങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. അപ്പം ഇവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അവരുടെ മക്കളെ ഉപദ്രവിച്ചിരുന്നു എന്നും വഴക്കുണ്ടായിരുന്നു എന്നും വല്ലാതെ അവരെ ഹരാസ് ചെയ്തിരുന്നു എന്നൊക്കെ മാതാപിതാക്കൾക്കറിയാം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇത്രയും നിങ്ങൾ അറിഞ്ഞിട്ട്, ഇത്രയും അതിക്രൂരമായിട്ട് നിങ്ങളുടെ മക്കളെ പീഡിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്ത് ആക്ഷനാണ് ആ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മരുമക്കളുടെ പേരിൽ നിങ്ങൾ എടുത്തേക്കുന്നത്? മരിച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്ന് കരഞ്ഞ് നമ്മൾ ഈ ലോകത്തോട് മുഴുവനും പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്. നിങ്ങൾ അറിഞ്ഞ ആ ഒരു സ്റ്റേജിൽ തന്നെ ഒരു വനിതാ കമ്മീഷനിൽ പോയി കേസ് കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു കേസ് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുന്നത് എത്ര നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എത്ര ജീവിതം നമ്മൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മമാർ പോയി ആറ്റിൽ ചാടുന്നു, മീൻസ് കടലിൽ ചാടുന്നു, അവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു, തൂങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ കൈ മുറിക്കുന്നു, എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അമ്മമാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എങ്കിൽ നമ്മൾ ഉടനെ ആക്ഷൻ എടുക്കണമായിരുന്നു. നമ്മളുടെ മക്കളെ തൊട്ടു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപദ്രവിച്ചിരുന്നു, ഇത്രയും ഹരാസ് ചെയ്തിരുന്നു, എൻ്റെ മകൾ ഇത്രയും അനുഭവിച്ചിരുന്നു എന്ന് അറിയുന്ന ആ ഒരു നിമിഷം അപ്പം തന്നെ നമ്മളൊരു ആക്ഷൻ എടുക്കണം. എന്തുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല? എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിരുന്നുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാമായിരുന്നു, ഈ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നെല്ലാം പറയുന്നുള്ളതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു പെൺകുട്ടീനെ കൊന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. കൊന്നു, പിന്നെ മരിച്ചു കിടക്കുമായിരുന്നു ബെഡ്റൂമിലോ ബാത്റൂമിലോ എവിടെയോ. അത് കഴിഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം എന്താണ്, കൊന്നു എന്നുള്ളതിന് തെളിവില്ലെന്ന് എന്തൊക്കെയോ കാരണങ്ങളുമുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം ഒരു സോഷ്യൽ ഇത് ഞാനും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ മരണവും ഒഴിവാക്കാമായിരുന്നു, ഇവന് മാന്യമായ ഒരു ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. ഇതൊന്നും കഴിയുന്നില്ല നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾക്ക്. എന്തുകൊണ്ടത് കഴിയുന്നില്ല? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും വൈകിട്ടില്ല. എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് നിങ്ങൾ മനസ്സിൽ കൊടുക്കുക. ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് കൊടുത്ത് ഒരു സംരക്ഷണം പോലെ അവരെ എപ്പോഴും വിളിക്കുകയും വർത്തമാനം പറയുകയും പോയി അന്വേഷിക്കുകയും, ഫോൺ വിളിച്ചിട്ട് അവരെടുത്തില്ലെങ്കിൽ ഉടനെ തന്നെ പോയി അവരെ അന്വേഷിക്കാനായിട്ടുള്ള ഏർപ്പാടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കിത് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇരുന്നുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ടോ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അവർ ജീവിച്ചിരുന്നപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ഇനിയെങ്കിലുമുള്ള മാതാപിതാക്കൾക്ക് ആയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവായി ഒന്ന് പ്രതികരിക്കൂ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കൂ, അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സംരക്ഷിക്കൂ. അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും.